Okay, I think it's time and we will start. Slide clear ano, voice clear ano. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് നമ്മുടെ സെഷൻ CREക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. സോ ദിസ് ഇസ് ഇൻഫാക്ട് JPHN എക്സാംസ് എഴുതുന്നവർക്കും ഇത് ഉപയോഗപ്രദമാകും. കാരണം ഇതിനകത്ത് കൂടുതലും കമ്മ്യൂണിറ്റി റിലേറ്റഡ് OBG റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം കേസ് കൺട്രോൾ സ്റ്റഡി എന്താണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? Only odds ratio and attributable risk, relative risk and attributable risk, only relative risk. എന്താണ്? രാവിലെ ഞാൻ ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ MCQ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് ഷുവർ വെദർ യു ഹവ് ഗോൺ ത്രൂ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ പറ്റും. എന്താണ് വേഗം വേഗം പറഞ്ഞ്? യു ക്യാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. വേഗം പറയും. ഐ വോണ്ട് യു ടു ആൻസർ. ഉത്തരം വന്നോ? The answer is, answer is only odds ratio. So the case control study estimates only odds ratio. Next one, which is not a feature of septic tank. Septic tank in the feature, which of the following is not used for personal and small public use? ഇതിനകത്ത് നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നതെന്ന് അറിയാവോ? നെഗറ്റീവ് ഫ്രെയിംവർക്ക് ആണ് ക്വസ്റ്റ്യൻ്റെ, ലൈക്ക് നോട്ട്, എക്സെപ്റ്റ് അങ്ങനെയൊക്കെ. അപ്പം യു ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ യു ആർ റീഡിംഗ് ദ ക്വസ്റ്റ്യൻസ്. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഐ ഹവ് സീൻ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. സോ അത് നിങ്ങൾ ഓവർ ലുക്ക് ചെയ്ത് പോകരുത്. നെഗറ്റീവ് ഇത് ഉണ്ട്. So which is not a feature of septic tank. എന്താണ്? Used for personal and small public use, watertight compartment, used where water supply is adequate, used where public sewage system is adequate. എന്താണ് ആൻസർ? വേഗം പറയൂ. കിട്ടിയോ? The answer is 4, last option, that is used where public sewage system is adequate, which is not a feature of septic tank എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി മൂന്നും സെപ്റ്റിക് ടാങ്കിന്റെ ഫീച്ചർ ആണ്. പബ്ലിക് സിവേജ് സിസ്റ്റം അഡിക്വേറ്റ് ആയിട്ട് അല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ഇൻവല്യൂഷൻ ഓഫ് ദി യൂട്രസ് to its pre-pregnancy stage of delivery reaches by 5 weeks, 6 weeks, 7 weeks, 8 weeks. കംപ്ലീറ്റ് ഇൻവല്യൂഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഡെലിവറി കഴിഞ്ഞ് എത്ര ആഴ്ച കഴിഞ്ഞാണ് കംപ്ലീറ്റ് ഇൻവല്യൂഷൻ നടക്കുന്നത്? 6 weeks ആണോ? യെസ്, ഇറ്റ് ഈസ് 6 weeks, right? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഡൂയിങ് അബ്ഡോമിനൽ എക്സാമിനേഷൻ ഓഫ് എ pregnant woman, you found that the uterus is 20 weeks. Okay, abdominal examination chamber, you found that the uterus is 20 weeks, but by date it is 24 weeks. What is the most probable reason for this kind of a discrepancy or difference? Discrepancy എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ 20 weeks മനസ്സിലായി, പക്ഷേ ഡേറ്റ് വെച്ചിട്ട് 24 weeks. എന്തായിരിക്കാം കാരണം? റോങ് ഡേറ്റ്, ഹൈഡ്രാമിനിയോസിസ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ജെസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ. എന്താണ് ഉത്തരം? ഉത്തരം റോങ് ഡേറ്റ്സ്. വെരി ഗുഡ്, റോങ് ഡേറ്റ്സ് ആണ് കാരണം. അടുത്തത്, ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ കറക്റ്റ്. അഗെയിൻ ആ കീവേഡ് ആണ്, അത് കറക്റ്റ് ആണ്. എന്താണ് കറക്റ്റ്? ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് occurring in a defined population during a specific time. So new cases in a specific population in a specific time. Prevalence is the number of old cases existing at a given point of time. Prevalence depends upon the incidence and duration of illness. ഇതിനകത്ത് ഇങ്ങനെയാണ് ചോദ്യം. എന്താണ്? Choose the most appropriate answer from the options that are given below. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? 1 only, 2 only, 1 and 2 only, 1 and 3 only. എന്താണ്? ഇൻസിഡൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ ഇൻസിഡൻസ്? നമ്പർ ഓഫ് ന്യൂ കേസസ് occurring in a defined population during a specific time. Correct അല്ലേ? യെസ്,
കറക്റ്റ് ആണ്. അടുത്ത പ്രിവിലൻസ് ആണെങ്കിലോ ഓൾഡ് കേസസ് ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം പീരീഡ്, അത് കറക്റ്റ് ആണോ? അതും കറക്റ്റ് ആണ്. മൂന്നാമത്തെ എന്താണ്? പ്രിവിലൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻസിഡൻസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദി ഇൽനസ്. നോ, ദാറ്റ് ഇസ് റോങ്. അപ്പൊ ഉത്തരം എന്താണ്? 1 and 2. സി ഈസ് ദി ആൻസർ. Next question. Under Janni Suraksha Yojana, the assistance given to a mother in low performance states in the urban area. Urban area യിലുള്ള മദേഴ്സിന് കൊടുക്കുന്ന അസിസ്റ്റൻസ് എത്രയാണ്, എത്ര രൂപയാണ് അവർക്ക് കിട്ടുന്നത്? അപ്പോൾ ലോ പെർഫോമിംഗ് സ്റ്റേറ്റ് ആണ്, urban ഏരിയ ആണ്. അപ്പൊ ഈ സുരക്ഷ യോജന, ജന്നി സുരക്ഷ യോജന അനുസരിച്ച് എത്ര രൂപയാണ് കിട്ടുന്നത്? 1050, 1000, 1400, 2000, എത്രയാണ് പറയാം ആർക്കെങ്കിലും? പിടിയിട്ടില്ല. ഓക്കെ, ഇറ്റ് ഈസ് 1050. അടുത്തത് മാച്ച്. ഇതും വേറൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന മാച്ച്. ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ, അത് യു ഹാവ് ടു മാച്ച് ഇറ്റ്. സോ ദ ഫസ്റ്റ് ലിസ്റ്റ് ദാറ്റ് ഇസ് ഗിവൺ ഇസ് ദ സ്ക്രീനിങ് ടെസ്റ്റ് ദാറ്റ് ഇസ് യൂസ്ഡ്, ആൻഡ് ദ സെക്കൻഡ് ലിസ്റ്റ് ഇസ് ദ ടെക്നിക് that is used. Okay, so breast cancer, cervical cancer, colorectal cancer, lung cancer ഉണ്ട്. ഇതിന്റെ എല്ലാം സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്? പാപ്സ്മിയർ, സിഗ്മോയിഡോസ്കോപ്പി, മാമോഗ്രഫി ആൻഡ് ലോ ഡോസ് ഹെലിക്കൽ CT. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് എന്താണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ്? ഇറ്റ് ഇസ് മാമോഗ്രഫി അല്ലേ? അപ്പം എയില് 3 ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രഫി ആണെന്നുള്ള അറിയാം. സോ എക്ക് 3 ആണെന്ന് അറിയാം. ഇവിടെ നോക്കൂ, ഓപ്ഷൻസ് അങ്ങനെ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? ലാസ്റ്റ് ഓപ്ഷൻ ഡി മാത്രമേ അങ്ങനെ ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ് ആൻസർ. പിന്നെ അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സോ യു ക്യാൻ എക്സ്ക്ലൂഡ് എ, ബി ആൻഡ് സി. സോ നൗ യു നോ ദാറ്റ് ദ ആൻസർ ഇസ്. എന്നാലും ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്യാം. സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? We know that it is pap smear, so B1. Colorectal cancer ആണെങ്കിലും it is sigmoidoscopy, so it is C is 2. D lung cancer is 4. Okay, so നമ്മളിപ്പോൾ ആദ്യം തന്നെ എലിമിനേഷന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് you could answer this quickly. So the answer is what? D. അടുത്ത്, identify the statements which are true with respect to പെരിയോഡോണ്ടൽ ഡിസീസ്. പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഗമ്മിൻ്റെ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ പ്രസൻസ് ഓഫ് ക്ലെഫ്റ്റ് ലിപ്പ്, ഈ അസുഖം ഉള്ളവർക്ക് ക്ലെഫ്റ്റ് ലിപ്പ് കാണാം, സ്വെല്ലൻ ആൻഡ് ബ്ലീഡിംഗ് ഗംസ് ഉണ്ടാവും, ഫോർമേഷൻ ഓഫ് പോക്കറ്റ്സ് ആൻഡ് ലൂസനിങ് ഓഫ് ടീത്ത്, ഓറോഡെന്റൽ ട്രോമ. ഇതിൽ ഏതൊക്കെയാണ് കാണുന്നത്? എ 1 and 4 എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് ഓറോഡെന്റൽ ട്രോമ. സോ യു നോ ദാറ്റ് ഇവിടെ എങ്ങനെയാണ് നമുക്കറിയാം, പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഗം, ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. അപ്പോൾ അത് ക്ലെഫ്റ്റ് ലിപ്പുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ തന്നെ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്തു അല്ലെ? അപ്പൊ ഈ ഓപ്ഷൻ ഒന്നുള്ളതൊന്നും ഉത്തരമല്ല, എയും സിയും ഉത്തരമല്ല. പിന്നെ നമുക്ക് മിച്ചമുള്ളത് ഏതാണ്? ബിയും ഡിയും. ഓക്കെ, ബിയിൽ എന്ത് പറയുന്നു? സ്വെല്ലൻ ഗംസ് ആൻഡ് ബ്ലീഡിംഗ് ഗംസ് ആണ് ഉണ്ട്. സോ ദാറ്റ് ഇസ് there. സോ ദിസ് ഇസ് കറക്റ്റ്. അടുത്ത് നോക്കൂ, ഫോർമേഷൻ ഓഫ് പോക്കറ്റ്സ് ആൻഡ് ലൂസനിങ് ഓഫ് ടീത്ത് ഉണ്ടോ? ഇതിലും ഉണ്ട് ആക്ച്വലി. സോ ദിസ് ഇസ് സീൻ. സോ വി ഹാവ് ഹിയർ 2 ഓപ്ഷൻസ്. ഇവിടെ ഉണ്ടത്, ഇവിടെ ഉണ്ട്. ഇനി നാലാമത്തത് ഓറോഡെന്റൽ ട്രോമ ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അതാണ് നമ്മളിപ്പോൾ our final decision should be like whether this is present in periodontal disease or not. ഉണ്ടെങ്കിൽ ഇതാണ് ഉത്തരം, അതില്ലെങ്കിൽ ബി ആണ് ഉത്തരം. എന്താണ് പറഞ്ഞേ? ഉണ്ടോ? ആക്ച്വലി ഇല്ല. സോ ബി ഈസ് ദി ആൻസർ. Next question. Out of 100 factory workers, 18 are smokers and 82 are non-smokers. How can you represent this? The best way to represent this following data is line diagram, histogram, pie chart, bar chart. ഏതാണ് പറയാവോ? 22. ശനിയാഴ്ച. എല്ലാവരുടെയും മൈക്ക് ഒന്ന് ഓഫ് ആക്കണേ. അനിജ, ഉത്തരം എന്താണ്? ഓക്കെ, സോ പൈ ചാർട്ട് ആണ് ഉത്തരം. എന്തുകൊണ്ട് പൈ ചാർട്ട്?
ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് ബാർ ചാർട്ട് ആവില്ല എന്ന്. പൈ ചാർട്ടാണ്. വൈ യുനോ പൈയിൽ എപ്പോഴും യു കെൻ സീ ദ പിക്ചർ ഹിയർ. ഓക്കെ, പൈ ചാർട്ടാണ്. സി പൈ ചാർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫുൾ പെർസെൻറ്റേജിനെയാണ് കാണിക്കുന്നത്. കേക്ക് നമ്മൾ എടുക്കത്തില്ല, കേക്കിന്റെ ഒരു കഷ്ണം മുറിക്കുന്ന പോലെ ഫുൾ കേക്കാണ്. 360 ഡിഗ്രി ആണ് അത് എന്ന് വെച്ചാൽ മുഴുവനും 100%. നമ്മളല്ലെങ്കിൽ 100ൽ എപ്പോഴും പറയുമ്പോൾ അല്ലെങ്കിൽ പെർസെൻറ്റേജിൽ പറയുമ്പോൾ ഒരു ഡേറ്റ നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടുകയാണ്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100ൽ എത്രയുണ്ട് എന്ന് പറയുന്ന ഡേറ്റ എപ്പോഴും പൈ ചാർട്ട് വെച്ചാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫുൾ എന്ന് പറയുന്നത് 100 ഈ കംപ്ലീറ്റ് വട്ടം എന്ന് പറയുന്നത് 100 ആണ്, അല്ലെങ്കിൽ 100%, കംപ്ലീറ്റ് 100%. അതിനകത്ത് എത്ര പെർസെൻറ്റേജ് എന്നുള്ളതാണ് ഈ ഓരോ സ്ലൈസും കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ 100 എന്ന് ഇവിടെ നമ്പേഴ്സിന്റെ പ്രകാരം തന്നിരിക്കുന്നു, പക്ഷെ ആക്ച്വലി അത് പെർസെൻറ്റേജ് ആണ് അല്ലെ. 100 എന്ന് പറഞ്ഞാൽ ആ അത്രയും ആൾക്കാർ 100 ആൾക്കാരിൽ എത്ര 18% സ്മോക്കേഴ്സും 82% നോൺ സ്മോക്കേഴ്സും ആണ്. അപ്പോൾ വെനെവർ ദി ഡേറ്റ ഈസ് ഗിവൺ ആസ് പെർസെൻറ്റേജ് ഓർ 100ൽ എത്രയുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പൈ ചാർട്ട്. ഓക്കെ, next one, for postpartum IUCD insertion all are true except initiative started to promote spacing method. IUCD it is started to promote spacing method. Insertion is done only at district hospitals. Copper T380A is inserted to address unmet need of family planning. ഇതിൽ എന്താണ് except? All of these are true except ഏതോ ഒന്ന് തെറ്റാണ്. ഏതാണ് തെറ്റ്? സ്പേസിംഗ് മെത്തേഡ് ആണോ? കറക്റ്റ്. പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് മാത്രമേ ചെയ്യുള്ളൂ? യെസ് ഓർ നോ? ഉത്തരവില്ല ആരുടെയും. വേഗം പറയൂ, ഉത്തരം ടൈപ്പ് ചെയ്യൂ. ഇതിന്റെ ഉത്തരം എന്താണ്? കോപ്പർട്ടി ഇൻസെർട്ട് ചെയ്യൂ. യെസ്. അഡ്രസ് അഡ്മിറ്റ് നീഡ്സ് ഓഫ് ദി ഫാമിലി പ്ലാൻ. യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ മാത്രം അല്ല ഇത് ഇൻസെർട്ട് ചെയ്യുന്നത്. സോ ദി ആൻസർ ഇസ് 2. Okay, yeah, B. Next one, all of the following is teratogenic leading to congenital abnormalities except. അപ്പോൾ ടെററ്റോജനിക് എന്ന് പറഞ്ഞാൽ തന്നെ കൺജനിറ്റൽ അബ്നോർമാലിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കൊച്ചിൻ്റെ ഫീറ്റസിൽ കിടക്കുമ്പോൾ തന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. എന്താണ്? ടെറ്റനസ്, റേഡിയേഷൻ, ടൊബാക്കോ കൺസംഷൻ, താലിഡോമൈഡ്. താലിഡോമൈഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഇസ് വെരി വെരി obvious and we all know that. Tetanus, will it cause congenital anomaly? Radiation cause CO. Pregnant ladies, when they are exposed to radiation, obviously it causes congenital anomalies. Tobacco also, yes. So the answer is 1 or A. Okay. So tetanus vanal congenital anomaly konnu chance illa. Next one, you went to a wedding of an unknown relative of yours, suddenly collapsed and hence became, you went to a wedding where an unknown relative of yours suddenly collapsed and became unconscious. What is the first step you will do as a healthcare professional? ഒരു കല്യാണത്തിന് പോയി പെട്ടെന്ന് ആരോ അവിടെ കൊഴിഞ്ഞു വീണു. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? Call for help in the emergency number, open the airway, check for responsiveness, check for breath. ഇത് ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ചോദിച്ചിട്ടുള്ളത്. CPR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ CPR ആണ് ഇവിടെ ആ ഒരു ഏരിയ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ബേസിക് കാർഡിയക് ലൈഫ് സപ്പോർട്ടിന്റെ. സോ പ്ലീസ് റീഡ് ഇറ്റ്. അതിനകത്ത് നിന്ന് പല ക്വസ്റ്റ്യൻസും ചോദിക്കുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ എത്ര നമ്മൾ കംപ്രസ് ചെയ്യണം, ഒരു റെസ്ക്യൂർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണം, 2 റെസ്ക്യൂർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? Check for responsiveness. 3. Very good. Adutha question. All are characteristics of health indicators except validity, reliability, affordability, feasibility. എന്താണ്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ വാലിഡിറ്റി, റിലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം റിസർച്ച് ടേംസ് ആണ്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ വേർ ഇറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു മെഷർ. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് മെഷർ ചെയ്താലും സെയിം ഇൻസ്ട്രുമെന്റ് വെച്ച് എപ്പോഴും ഒന്ന് തന്നെ കിട്ടും. പിന്നെ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞാൽ with your purchasing capacity, whether you are able to take it. Feasibility എന്ന് പറഞ്ഞാൽ you can do it or you are able to conduct it or perform it. So ഈ മൂന്നും 1, 2, 4 റിസർച്ച് ടെർമിനോളജീസ് ആണ്. So the answer is 3. Bone mass. Next one, all are complications of postnatal period except.
Puerperal sepsis, thrombophlebitis, secondary hemorrhage, preeclampsia. എന്താണ് ഉത്തരം? All are complications of postnatal period except പറയൂ വേഗം വരട്ടെ ആൻസർ. ഫോർ. വെരി ഗുഡ്. ഇതെന്താണ് അശ്വതി മാത്രമേ ആൻസർ പറയുന്നുള്ളൂ? ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? സിമി, അനിജ, ജോഫി ഉണ്ടോ? ജോഫി? പ്രീ എക്ലാംസിയ. വൈ? ബിക്കോസ് അത് ആന്റിനേറ്റൽ പീരീഡിൽ വരുന്നതാണ്. Which of the following is the indicator of prevalence of contraceptive practice in a community? Couple protection rate, effective couple protection rate, net reproduction rate, and gross reproduction rate. അപ്പോൾ നമ്മൾ എത്രയ്ക്കാണ് കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം? Which of the following is an indicator of prevalence of contraceptive practice in a community? എന്താണ് ആൻസർ പറയൂ? Couple protection rate, effective couple protection rate, net reproductive rate, gross reproductive rate. എന്താണ് ഉത്തരം? ഇതെല്ലാം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം. ഉത്തരം വരുന്നില്ല, ഞാൻ തന്നെ പറയാം. കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്. എന്താണ് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ്? The percentage of couples using any form of contraceptive methods to prevent pregnancy. Effective couple protection rate എന്ന് പറഞ്ഞാൽ എന്താണ്? Effective couple protection rate എന്ന് പറഞ്ഞാൽ couples who are protected, the percentage of eligible couple who are protected from pregnancy using approved family planning methods. ഇതൊക്കെ കാണാതെ പഠിച്ചോളാം. കഴിഞ്ഞ ക്വസ്റ്റ്യന് ഇത് കപ്പിൾ പ്രൊട്ടക്ഷൻ റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് എന്താണെന്ന് ചോദിക്കാം. സോ ഇവിടെ 1, 2, 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്താണ്? ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് എ വുമൺ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗിവ് ബർത്ത് ടു ഇൻ ഹെർ ലൈഫ് ടൈം. കേട്ടോ, ലൈഫ് ടൈം. ഓരോരോ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിഡറിങ് ദ മൊർട്ടാലിറ്റി റേറ്റ്. സോ നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് 1 ആണ്. It is also called as the replacement level fertility. എന്ന് പറഞ്ഞാൽ ഒരു അമ്മ, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു അമ്മ തീർച്ചയായിട്ടും ഒരു ഡോട്ടറിന് ബർത്ത് കൊടുക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 1 എന്ന് വെച്ചാൽ. സോ ദാറ്റ് മീൻസ് ദർ ഇസ് എ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി. ഒരു അമ്മ മകൾക്ക് ബർത്ത് കൊടുക്കുക, ആ മകൾ, അപ്പോൾ ആ ഫെർട്ടിലിറ്റിയുടെ ഒരു റീപ്ലേസ്മെന്റ് അവിടെ നടന്നുള്ളതാണ്. നെക്സ്റ്റ്, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. ദ ആവറേജ് നമ്പർ ഓഫ് ഡോട്ടേഴ്സ് a woman would have in her lifetime, assuming no mortality happens before the end of her reproductive age. Okay, so these are the definitions which you need to study. Next one, which of the following is not the cause of dental cavity? High intake of sugars. Yes, that is one reason. Exposure to fluoride. Caries undavum le. Inadequate exposure to fluoride, then inadequate intake of fatty acids, and formation of microbial biofilm. So endana not, which is not the cause of dental caries. Idella namkariya, idella results in dental caries, but the intake of fatty acids, fat oil undennu varite, it will not cause any dental caries. So the answer is 3. Yes. Next one, laterism. Laterism is caused due to excessive consumption of kesari dal. That can be prevented by which method? Northilokka inganeyana adine vilikkunna, aa daline vilikkunnathu കേസരി ദാൽ എന്നാണ്. ആ യെല്ലോ ഓറഞ്ചിഷ് കളർ, ആ കേസരി എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ഉണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? റവ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. യൂഷ്വലി അത് നമ്മൾ ജിലേബി കളർ ആയിരുന്നു. അപ്പോൾ ആ ഒരു കളറാണ് ഈ ദാലിനുള്ളത്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വിളിക്കുന്നത് കേസരി ദാൽ. സോ ഇറ്റ് കൻ ബി പ്രിവെന്റഡ് ബൈ വിച്ച് മെത്തേഡ്? ഹീറ്റിംഗ്, സോക്കിംഗ്, ഫിൽറ്ററിംഗ് ആൻഡ് പാർ ബോയിലിംഗ്. സോ ദി ആൻസർ ഇസ് പാർ ബോയിലിംഗ്. എന്താണ് പാർ ബോയിലിംഗ്? ഒരു പ്രാവശ്യം വെള്ളം തിളപ്പിച്ച് ഇതിനെ ഇട്ടിട്ട് പിന്നെ ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞു കഴിഞ്ഞ് കോൾഡ് വാട്ടറിൽ കഴുകി പിന്നെയും അത് നമ്മൾ ബോയിൽ ചെയ്യുന്നതിനാണ് പാർ ബോയിലിംഗ് എന്ന് പറയുന്നത്. സോ ദാറ്റ് അത് ആ ഹാർംഫുൾ കെമിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. IUD ഈസ് ഐഡിയലി ഇൻസേർട്ടഡ്
Which time? Within 10 days of beginning of menstruation. Within 10 days of beginning of menstruation, after 20 days of menstruation, after 17 days of menstruation, after 15 days of menstruation. എന്താണ് ഉത്തരം? ഇതെല്ലാവരും പറഞ്ഞേ പറ്റൂ. ചെറുപറ വരട്ടെ, ആൻസർ ഉത്തരങ്ങൾ വരട്ടെ, വേഗം വേഗം. എന്താണ് ഒരാളെ 1-2 പേരൊക്കെ പറയുന്നുള്ളൂ. എല്ലാവരും ഇവിടെ പോയി ടൈപ്പ് ചെയ്യണം. IUD എപ്പോഴും ഇൻസേർട്ട് ചെയ്യുന്നത്? എവറിബഡി സപ്പോസ് ടു നോ, എസ്പെഷ്യലി യു ആർ ഓൾ ഫീമെയിൽസ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, യു ഷുഡ് ബി നോയിങ്. ഇറ്റ് ഈസ് വിത്തിൻ ദ ഫസ്റ്റ് 10 days. ഓക്കെ, 1 ആണ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. First 10 days. Very good, excellent. Basic laboratory investigation done for pregnant women are all except ഇതിൽ എന്തോ ഒരെണ്ണം മാത്രം ചെയ്യില്ല, ബാക്കിയെല്ലാം ചെയ്യും. ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് RH ടൈപ്പിംഗ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ്, BDRLന്റെ ചെവി. ഏതാണ് ചെയ്യാത്തത്, റുട്ടീനായിട്ട് ചെയ്യാത്തത്? പറയൂ, റുട്ടീനായിട്ട് ചെയ്യാത്തത് ഏതാണ്? സിമി പറയൂ, സിമി ഏതാണ് റുട്ടീനായിട്ട് ചെയ്യാത്തത്? പ്രഗ്നന്റ് ലേഡീസിന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, നമ്പർ 2. വെരി ഗുഡ്. ഐഡന്റിഫൈ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ കെയർഫുൾ ആയിട്ട് സമയം എടുത്ത് വായിക്കണം, കാരണം ഇതിന് സമയം വേണം കുറച്ച് അനലൈസ് ചെയ്യാൻ. സോ ഐഡന്റിഫൈ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു അബ്സോർപ്ഷൻ ഇൻ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. വെരി ഇമ്പോർട്ടൻറ്റ് ദിസ് ഇസ്. In large intestine, some minerals, drugs and water are absorbed. ശരിയോ തെറ്റോ ആലോചിച്ചോളൂ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ കുറച്ച് മിനറൽസും ചില ഡ്രഗ്സും വെള്ളവും ആണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. യെസ് ഓർ നോ? അടുത്തത്, അബ്സോർപ്ഷൻ ഓഫ് സർട്ടൻ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ടേക്സ് പ്ലേസ് ബൈ ദ മ്യൂക്കോസ ഇൻ ദ മൗത്ത് ആൻഡ് ലോവർ സൈഡ് ഓഫ് ദ ടങ്. Third one, absorption of water, simple sugars and alcohol takes place in the stomach. ശരിയോ തെറ്റോ? ഗ്ലൂക്കോസ്, ലാക്ടോസ്, ഗ്ലൈക്കോജൻ ആർ അബ്സോർബ്ഡ് ബൈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ നമ്മുടെ ചോദ്യം ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നമ്മൾ ആ കോമ്പിനേഷൻസ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ള കോമ്പിനേഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ആദ്യത്തെ എന്താണ്? 1, 2, 3 ഉള്ളി. ആദ്യത്തെ 3ഉം കറക്റ്റ് ആണോ? രണ്ടാമത്തേത് ഫസ്റ്റും തേർഡും ആണോ കറക്റ്റ്? മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആണോ കറക്റ്റ്? നാലാമത്തെ ഓപ്ഷൻ എന്താ? സെക്കൻഡും ഫോർത്തും ആണോ കറക്റ്റ്? ട്രൈ ചെയ്യൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തെറ്റാക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലും. ബിക്കോസ് യു വിൽ ഗെറ്റ് കൺഫ്യൂസ്, ഇതാണോ അതാണോ, ഇതാണോ അതാണോ. സോ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യേണ്ടത് അറിയോ? ഡോണ്ട് ലുക്ക് അറ്റ് ദിസ് ഫസ്റ്റ്. ഇതിന് ആദ്യം നിങ്ങൾ നോക്കരുത്, സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിക്കുക, എന്നിട്ട് ശരി എന്നുള്ളത് അപ്പുറത്തെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ എഴുതി വെക്കുക, ഇത് ശരി, ഇത് ശരി, ഇത് ശരി എന്നുള്ളത്. എന്നിട്ട് പിന്നെ ഓപ്ഷൻസിന് പോയി നോക്കുക. ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വി ക്ലിയർലി നോ ദാറ്റ് ഇസ് കറക്റ്റ്. ചിലപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കാം. അപ്പോൾ ഒരു പേപ്പറിന്റെ ഒരു സൈഡിലേക്ക് 1 എന്ന് എഴുതി വെക്കുക. പിന്നെ ഇതല്ലല്ലോ, 4 അല്ലാന്ന് നിങ്ങൾക്ക് തോന്നി, അതല്ല. അപ്പോൾ പിന്നെ 2ലും 3ന്റെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നാരോ ഡൗൺ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എലിമിനേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷൻ വെച്ചിട്ട് നമ്മൾ നാരോ ഡൗൺ ചെയ്ത് പിന്നെ ഈസി ഇത് രണ്ടും തമ്മിൽ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് വായിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബ്രെയിനിൽ, കോൺഷ്യസ് മൈൻഡിലേക്ക് വരും. അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ കപ്പാസിറ്റി ഓഫ് യുവർ ബ്രെയിൻ. ഇറ്റ് വിൽ ബ്രിങ്, ബിക്കോസ് ന്യൂറോണൽ നെറ്റ്വർക്ക്സ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓർമ്മയിൽ എവിടെയെങ്കിലും മറിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ പോലും അത് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നിരിക്കും. സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? എ ഈസ് ദി ആൻസർ. ഓക്കെ, എന്താണ് എ പറയുന്നത്? 1, 2, 3 ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, യെസ്, ബിക്കോസ് ഇൻ ദ മൗത്തിൽ കുറച്ച് ഷുഗേഴ്സ്. ഓക്കെ, സോ ദീസ് ആർ ദ first 3 statements are right. Now next question, axial skeleton is composed of. എന്താണ് axial skeletonൽ വരുന്ന കാര്യങ്ങൾ? സ്കള്ള്, വെർട്ടിബ്ര, പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വെർട്ടിബ്രൽ കോളം, റിബ്സ് ആൻഡ് സ്റ്റേർണം. തേർഡ് ഓപ്ഷൻ ദ സ്കള്ള്, വെർട്ടിബ്രൽ കോളം, റിബ്സ് ആൻഡ് സ്റ്റേർണം. ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ ഇസ് സ്കൾ, വെർട്ടിബ്രൽ കോളം ആൻഡ് റിബ്സ്. ആക്സിയൽ സ്കെൽറ്റൺ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരും? ആക്സിയൽ സ്കെൽറ്റനും അപ്പൻഡിക്കുലർ സ്കെൽറ്റനും രണ്ടായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആക്ച്വലി മെഡിക്കൽ സർജിക്കൽ നിങ്ങൾ പഠിച്ച് ഓർത്തോടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൽ അനാറ്റമിയിൽ ഇതിന്റെ പിക്ചർ കൊടുത്ത് തന്നെ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉത്തരം? ആക്സിയൽ സ്കെലറ്റന്റെ
It is axial skeleton is composed of skull, vertebral column, ribs and sternum. കൈയും കാലും ഒക്കെ ലിംസും അതിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൻഡിക്കുലർ സ്കെൽറ്റനിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ബ്രെയിന്, റിബ്സ്, വെർട്ടിബ്ര, സ്റ്റേർണം ഇത്രയും കാര്യങ്ങളാണ് ആക്സിയൽ സ്കെൽറ്റനിൽ വരുന്നത്. അടുത്ത സിറോഫ്താൽമിയ is seen in which deficiency? Is it is seen due to congenital abnormality, vitamin A deficiency, vitamin D deficiency, iodine deficiency? എന്താണ്? vitamin A deficiency. അടുത്തത് identify the strategies adopted by the national population. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഫോർ പോപ്പുലേഷൻ കൺട്രോൾ. അവർക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ എന്താണ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. പ്രേരണ സ്ട്രാറ്റജി, ആശാ സ്കീം, നാഷണൽ ഹെൽപ്പ് ലൈൻ, സന്തുഷ്ടി സ്ട്രാറ്റജി. ഇതിൽ ഏതൊക്കെയാണ് നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ടു കൺട്രോൾ ദ പോപ്പുലേഷൻ? ഫസ്റ്റ് ഓപ്ഷൻ ഇസ് 2, 3, 4. Second is 1 and 2. Third is 3 and 4. And fourth is 1, 3 and 4. Okay. So നിങ്ങൾക്ക് അറിയാം നമ്മുടെ ആശാ സ്കീം ആക്ച്വലി ഇതിനകത്ത് വരുന്നില്ല. പോപ്പുലേഷൻ കൺട്രോൾ ആണ് അവിടെ ലക്ഷ്യം അല്ല. അപ്പൊ അത് എലിമിനേഷൻ ആയോ? ഇവിടെ ഓപ്ഷൻ 2 ഉള്ളതിനെ നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഏതൊക്കെയാണ്? എയും ബിയും നമുക്ക് വേണ്ട. ബിക്കോസ് ഇതിനകത്ത് ഓപ്ഷൻ 2 ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമല്ല. പിന്നെ സിയുടെയും ഡിയുടെ ഇടയിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാനുള്ളത്. സി എന്ത് പറയുന്നു? നാഷണൽ ഹെൽപ്പ് ലൈൻ പറയുന്നു, സന്തുഷ്ടി സ്ട്രാറ്റജി പറയുന്നു. ഡി ആണെങ്കിലോ മറ്റ് മൂന്നും. ഏതാണ് ആൻസർ? സി, ഡി ആണോ സി ആണോ? ഡി ആണോ സി ആണോ? സി. മറ്റുള്ളവരെന്ത് പറയുന്നു? ആതിര, അശ്വതി, സിമി, പോരട്ടെ ഉത്തരം. ആക്ച്വലി ദ ആൻസർ ഇസ് ഡി. കാരണം ബാക്കി എല്ലാം ഉണ്ട്. സോ പ്രേരണ സ്ട്രാറ്റജി എന്താണ്? പ്രേരണ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മാരേജ് ഏജ് കുറച്ചിങ്ങനെ പുഷ് ചെയ്യുവാണ്, നീട്ടുവാണ് നമ്മൾ. പുഷിങ് അപ്പ് ദ ഏജ് ഓഫ് ദ ഗേൾസ് ആൻഡ് ഓൾസോ ഡിലേയിങ് ദ ഫസ്റ്റ് ചൈൽഡ് ആൻഡ് സ്പേസിങ് ദ സെക്കൻഡ് ചൈൽഡ്. അതാണ് ആ സ്ട്രാറ്റജി. സോ ഈ എല്ലാ സ്ട്രാറ്റജിയും പഠിച്ചോളാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, പ്രേരണ സ്ട്രാറ്റജിയിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് എ പ്രേരണ സ്ട്രാറ്റജി? എന്നിട്ട് പറയാം സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അങ്ങനെ ഓപ്ഷൻസിൽ യു മേ ഹാവ് ഡിലേയിങ് ദ marriageable age, spacing between first and second child, pushing the age of marriage, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് തന്നിട്ട് ഇന്നൊരു ഓപ്ഷൻ എന്താണ്? പ്രൊമോട്ടിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഇൻസർഷനോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ പ്രേരണ സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ് അവർ അഡ്രസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് സന്തുഷ്ടി സ്ട്രാറ്റജി. സന്തുഷ്ടി സ്ട്രാറ്റജിയിൽ എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടെ ഈ ഗൈനക്കോളജിസ്റ്റുമാർ ഒക്കെ അവരെ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് അവരെ കൊണ്ട് കൂടുതലായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നതാണ് സന്തുഷ്ടി. അടുത്ത നാഷണൽ ഹെൽപ്പ് ലൈൻ. ആ ഒരു കൗൺസിലിംഗ്, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് വേർ ദേ ഗിവ് യു ഫ്രീ അഡ്വൈസ് റിഗാർഡിംഗ് ദ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഓൾസോ ഫാമിലി പ്ലാനിങ്ങും മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇതെല്ലാം ഫ്രീ ആയിട്ട് ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് വിളിച്ച് ഹെൽപ്പ് കിട്ടും. പിന്നെ അഡ്വക്കസി ആൻഡ് ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, ഹെൽത്ത് എഡ്യൂക്കേഷൻ പല പല മീഡിയത്തിൽ കൂടെയും, പ്രിന്റും ടി വിയിൽ കൂടെയും, വാക്കത്തോൺ വഴി, അങ്ങനെ പല മീഡിയ വഴിയും ഇതിനെപ്പറ്റിയുള്ള പ്രചരണം നടത്തുക. ഇതൊക്കെയാണ് നമ്മുടെ മിഷൻ. Fine. So, which of the following statements are not true for placenta? Placenta, which is not true, okay, not true. Placenta is endocrine in nature. Placenta is formed by inner cell mass. Placental hormones helps lactation after parturition. Placenta is connected to the embryo through an umbilical cord. So, which is the most appropriate answer? 2 only, 1 and 3. Third option is 2 and 3 and the fourth option is only 4. ഇതിൽ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്? പ്ലാസന്റ എൻഡോക്രൈൻ ആണോ? അതെ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഇന്നർ സെൽ മാസ് ആണോ? Does this placental hormone help in formation of milk, lactation help, or it is connected to the embryo through umbilical cord? ഏതാണ് കോമ്പിനേഷൻ? ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ്? The answer is C. Okay, C means ഏതാണ്? 2 and 3. Okay, so placenta is formed by the inner cell mass
and its hormones helps in lactation. Next one, arrange the stages of demographic cycle in the correct sequence. Early expanding, low stationary, declining, late expanding, and high stationary. ഇതിൽ ഏതാണ്? ഏത് രീതിയിലാണ്? ഫസ്റ്റ് ഏതാണ് ഡെമോഗ്രാഫിക് സൈക്കിളിൽ വരുന്നത്? കൺഫ്യൂഷൻ ഉള്ളവർക്ക് വി വിൽ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. നോക്കൂ, ഇതാണ് ഡെമോഗ്രാഫിക് സൈക്കിൾ എന്ന് പറയുന്നത്. ആദ്യം ഏതാണ്? ആദ്യം ഹൈ സാച്ചുറേഷൻ. ഹൈ സാച്ചുറേഷൻ എന്ന് വെച്ച് ഹൈ സ്റ്റേഷനറി. ഹൈ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും ഉണ്ട്. പോപ്പുലേഷൻ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. ഹൈ സ്റ്റേഷനറി, ഹൈ ബർത്ത് റേറ്റ്, ഹൈ ഡെത്ത് റേറ്റ്. സോ പോപ്പുലേഷൻ റിമെയിൻസ് സ്റ്റേഷനറി. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഏർലി എക്സ്പാൻഡിങ്. അവിടെ എക്സ്പാൻഷൻ ഉണ്ട്, ഏർലി എക്സ്പാൻഷൻ. സോ ഹിയർ എന്താ വെച്ചാൽ ബർത്ത് റേറ്റിന് മാറ്റമൊന്നുമില്ല, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആൻഡ് ദി ഡെത്ത് റേറ്റ് ഇസ് ഡിക്രീസിങ്. അപ്പം ആൾക്കാരുടെ മരണസംഖ്യ കുറവാണ്. അപ്പം സ്റ്റിൽ ദി പോപ്പുലേഷൻ വിൽ എക്സ്പാൻഡ് അല്ലെ. കൂടുതൽ വയസ്സായ ആൾക്കാർ ജീവിച്ചിരിക്കുന്നു. പോപ്പുലേഷനിൽ സ്റ്റിൽ ബർത്ത് റേറ്റ് അങ്ങനെ തന്നെ ഉണ്ടെങ്കിലും പോപ്പുലേഷൻ വിൽ സ്റ്റിൽ എക്സ്പാൻഡ്. സോ ഏർലി എക്സ്പാൻഡിങ്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? മൂന്നാമത്തെ സ്റ്റേജ് ലേറ്റ് എക്സ്പാൻഡിങ്. ലേറ്റ് എക്സ്പാൻഡിങ്ങിൽ ബർത്ത് റേറ്റ് ഡിക്രീസ് ചെയ്യും, ഡെത്ത് റേറ്റും ഡിക്രീസ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഷനാണ് അല്ലേ? എക്സ്പാൻഷൻ. അവിടെയും എക്സ്പാൻഷൻ. കാരണം ഡെത്ത് റേറ്റും കുറയുന്നു, ബർത്ത് റേറ്റും കുറയുന്നു, പോപ്പുലേഷൻ ലേറ്റ് എക്സ്പാൻഡിങ് എന്ന് പറയുന്നത്. സ്റ്റേജ് 4 പറയുന്നത് ലേറ്റ് സ്റ്റേഷനറി. ലേറ്റ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ലോ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റും ഉണ്ട്, പോപ്പുലേഷൻ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. Okay, so low birth rate, low death rate, the population remains stationary. Stage 5, it is called as declining stage, where the birth rate is less than the death rate. കൂടുതലും അധികം ആൾക്കാർ ജനിക്കുന്നില്ല, അപ്പോഴും പോപ്പുലേഷൻ ഇറ്റ് ഈസ് ലെസ് ദാൻ ദ ഡെത്ത് റേറ്റ് ആൻഡ് ദ പോപ്പുലേഷൻ ഈസ് സ്റ്റിൽ ഡിക്രീസിങ്. സോ ദാറ്റ് ഈസ് ദ സ്റ്റേജ് ഓഫ് ഡിക്ലൈനിങ്. അപ്പോൾ ഇതിൽ ലെറ്റ് us come back. അപ്പോൾ ആ ഓർഡറാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ ദി ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഹൈ സ്റ്റേഷനറി. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേറ്റ് എക്സ്പാൻഡിങ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലോ സ്റ്റേഷനറി. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻ ഏതാണ്? എ. നെക്സ്റ്റ്, വിച്ച് IUD ഈസ് അപ്രൂവ്ഡ് ഫോർ യൂസ് ഫോർ 10 years? ഇതിലേതാണ്? കോപ്പർ ടി 380A, copper T 200, multi-load copper T 250, multi-load 375. 10 വർഷം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കോപ്പർ ടി ആണ് ആദ്യത്തേത്, 380A. ഓക്കെ, യെസ്, വെരി ഗുഡ്. Eating a balanced, healthy diet by a pregnant woman can help prevent which of the following? Too much weight gain, prevent infections in the mother. ഒത്തിരി spelling mistakes. Okay, I'm just not going to correct it now. So correct it ശരിയായിട്ടില്ല. So prevent infections. Prevent infections in the mother. Normal birth, helps in normal birth of the baby in gestational diabetes. Which is the most appropriate answer? 2, 3 and 4, 1 and 3, 1, 2 and 4 and 2 and 3 only. അപ്പോൾ healthy diet ന്റെ advantage എന്താണ് pregnant lady ke? The answer is 2, 3 and 4. Last 3 aanu. So it helps to prevent the infections. Normal birth, helps in the normal birth of the baby and prevents gestational diabetes. Too much weight gain prevent the other, that is not related to anything related with healthy diet. Next one, either with respect to prevalence of hypertension by age and sex, which is correct? ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇപ്പോൾ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൻ്റെ തന്നിട്ടുണ്ട്. ഏജ് 70 years and over, പ്രിവലൻസ് മെയിൽസിൽ 56%, ഫീമെയിൽസിൽ 49%. 60 മുതൽ
90 വയസ്സുള്ള ആൾക്കാരുടെ ഇടയിൽ മെയിൽസിന് 43% പ്രിവലൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഫീമെയിൽസിൽ 60%. 55 മുതൽ 59 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഇടയിൽ മെയിൽസിന് 38%, ഫീമെയിൽസിന് 40%. ഇതിൽ ഏതാണ് കറക്റ്റ്? കറക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 70 years and over, this is the percentage. Okay, ഇത് ഒരു you can just memorize it. റിമെമ്പറിങ്ങിന് അളക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Which is not high risk pregnancy? Obviously, all of you can tell this. Primary gravida over 30 years, anemia, twin pregnancy, previous vaginal delivery, which is not a high risk pregnancy. Last one, obviously, 4 is the answer. Next question. First aid in case of snake bite include all except. Reassure patient as 70% of the snake bites are from non-venomous snake. Then searching local popular snake charmers. നമ്മുടെ ബാബ സുരേഷിനെ പോലത്തെ ആൾക്കാരെ പിടിക്കുക. Immobilize the limb. Transport the patient to medical facility. ഇതിൽ ഏതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത്? ബാബ സുരേഷിനെ വിളിക്കുമല്ലോ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ. ഓക്കെ, സോ വിച്ച് ഇസ് നോട്ട് സോ യു ഡോണ്ട്, അതാണ് സംതിങ് ദാറ്റ് യു ഷുഡ് നോട്ട് ഡു. യു ഷുഡ് നോട്ട് അല്ല, ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു എനിത്തിങ് ദാറ്റ് can affect the life of a patient. Then World Health Organization has defined adolescent age group as, ഏത് ഏജ് ആണ് adolescent age group? 15 to 24, 10 to 24, 10 to 19, 12 to 19. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറിൽ നമുക്ക് പറയാൻ പറ്റുന്നത് തേർഡ് ഓപ്ഷനാണ്, 10 to 19. അപ്പം നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിന്, ഏർലി അഡോളസെൻ്റ് ആൻഡ് ലേറ്റ് അഡോളസെൻസ്. ഏർലി അഡോളസെൻ്റ് എന്ന് പറഞ്ഞാൽ 10 to 14 years വരെയും, ലേറ്റ് എന്ന് പറഞ്ഞാൽ 15 മുതൽ 19 വയസ്സ് വരെയാണ് നമ്മൾ പറയുന്നത്. അടുത്തത്, preventive measures to decrease the chances of congenital malformation in a population include immunization of girls with MMR vaccine, supplementation of iron and calcium tablets during pregnancy, control of maternal diabetes, taking small amount of alcohol, checking the family history for hemoglobinopathies. Choose the appropriate answer. ഏറ്റവും കറക്റ്റ് ഏതാണ്? 1, 2, 5, 1, 3, 5, 1, 3, 4, 5, 2, 3, 4. ഏതാണ്? കൺജനിറ്റൽ അബ്നോർമാലിറ്റി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെഷർ, ഇമ്മ്യൂണൈസ് MMR വാക്സിൻ കൊടുക്കും അല്ലേ, പിന്നെ സപ്ലിമെൻറ്റേഷൻ ഓഫ് അയൺ ആൻഡ് കാൽഷ്യം, കൺട്രോൾ ഓഫ് മെറ്റേണൽ ഡയബറ്റീസ്. നോക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കോണം. കൺജനിറ്റൽ മാൽഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ടേക്കിംഗ് സ്മോൾ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ, ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. ഇറ്റ് ഈസ് വെരി വെരി ഒബ്വിയസ്. സോ ദി ഫോർത്ത് വൺ is not an option. ഇവിടെ എവിടെയെങ്കിലും ഫോർത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തോളൂ. സിയും ഡിയും ഫോർത്ത് ഉണ്ട്, അപ്പോൾ അതല്ല, എയോ ബിയോ ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? എയോ ബിയോ. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, നമുക്കറിയാം. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണോ? മൂന്നാമത്തെ ഓപ്ഷൻ കൺജനിറ്റൽ മാൽഫോർമേഷൻ, ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? എ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ MCQ ആൻസേഴ്സ് ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷൻ വെച്ചെല്ലാം മാറ്റി കഴിയുക. നല്ലതായിട്ട് നമുക്ക് തറോ ആയിട്ടുള്ള ഉത്തരവാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി. ഐ മീൻ ഇഫ് യു നോ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ഈസി ടു ആൻസർ. ബട്ട് ഇതുപോലെ ഇങ്ങനെ 2, 3, 4, 5 ഓപ്ഷനൊക്കെ തന്നിട്ട് ഇതിലെ കോമ്പിനേഷൻസ് ഒക്കെ ചോദിക്കാൻ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് എലിമിനേഷൻ വഴി ഇതിന് ശരി ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അടുത്തത്, വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് മില്ലറ്റ്സ്, which statement is correct? Bajra has 11.6 gram of protein. Jowar has ജോളം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അതിന് മലയാളത്തിൽ എന്താ പറയുക എനിക്കറിയില്ല, ബാർലി പോലത്തെ ഒരു സാധനം. ജോവർ ഹാസ് 72.6 gram of carbohydrate. Ragi has 344 milligram calcium. Choose the most appropriate answer. ഇതിനകത്ത് ഏതാണ്? only 3 ഇതാണ് കറക്റ്റ്. 1, 2 and 3 both are, all 3 are correct, or ആദ്യത്തെ രണ്ടെണ്ണം മാത്രമാണോ correct? അതോ 2 and 3 is correct? The answer is B. That means all these are correct. Okay. So ഓർമ്മിച്ച് വയ്ക്കുക, ബാജ്രയിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്? 11.6. ഇത് ന്യൂട്രീഷനിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാത്രം
കണ്ടു. സോ ജോവറിലാണെങ്കിൽ 72.6 എന്താണ് കാർബോഹൈഡ്രേറ്റ് ആണ്. ആൻഡ് റാഗി ഹാസ് ലോട്ട്സ് ഓഫ് കാൽഷ്യം, 344 milligrams of calcium. അടുത്ത ക്വസ്റ്റ്യൻ, a 2-year-old baby is brought to you with complaints of diarrhea, loose stools for എത്ര ദിവസം? 3 days. On examination, the baby was restless and irritable. The skin, you are pinching the skin and it goes back slowly and has sunken eyes. What will you do? Diagnose that the baby is having some dehydration and start ORS. Refer the baby to a higher center. Baby has no dehydration, no treatment required. Baby has some dehydration and start ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ്. അപ്പോൾ നിങ്ങൾ PHCയിലുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നു, കൊച്ചു ഭയങ്കര ഇറിറ്റബിളാ, കരയുക, ആൻഡ് നിങ്ങൾ നോക്കുമ്പോൾ ഓൾറെഡി ഭയങ്കരമായിട്ട് ലൂസ് ടൂൾസ് ഒക്കെ പോയി 3 ദിവസം ആയിട്ടുണ്ട് കുട്ടിക്ക്. ആൻഡ് യു സീ ദാറ്റ് ദ സ്കിന്നിൽ എന്താണ്, വെൻ യു പിഞ്ച് ദ സ്കിൻ ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക് സ്ലോലി. അത് തന്നെ സ്കിൻ ടർഗർ വളരെ മോശമാണ്. ദർ ഇസ് ലാക്ക് ഓഫ് സ്കിൻ ടർഗർ വിച്ച് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഡീഹൈഡ്രേഷൻ. അതുപോലെ സങ്കൺ ഐസ്, ഡ്രൈ ലിപ്സ്, കോട്ടഡ് ലിപ്സ്, ഫോണ്ടനലേസ് സങ്കണ്ണാണ്. സ്കിന്ന് ഇങ്ങനെ പിഞ്ച് ചെയ്യുമ്പോൾ താഴേക്ക് അങ്ങനെ പോകുന്നു, ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയോ അല്ലെങ്കിൽ സ്കിൻ ടർഗർ ലോസ് ആണ്. ഇതൊക്കെയാണ് സൈൻസ് ഓഫ് ഡീഹൈഡ്രേഷൻ. ഒബ്വിയസ്ലി അതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉത്തരം എന്താണ്? ഉത്തരം ആലോചിച്ച് പറയൂ. നമുക്ക് IV ഫ്ലൂയിഡ് കൊടുക്കാനുള്ള അവകാശമുണ്ടോ? Somebody said 4. Baby has dehydration, start intravenous fluid. What will you do? What will the doctor do? So the answer is A. ഓക്കെ, നമ്മൾ ഉടനടി ORS സ്റ്റാർട്ട് ചെയ്യുക. ഇനി അതിലൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജാണ് പിന്നെ നമ്മൾ ഇൻട്രാവീനസ് ഫ്ലൂയിഡിലോട്ടൊക്കെ പോകുന്നത്. Next question, at 32 weeks pregnant woman complains of swollen feet, headache and blurred vision. On examination, she has gained 3 kg weight in 1 week. What is the most probable reason? So കാലൊക്കെ നീരുണ്ട്, പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വെയിറ്റ് ഗെയിനും കാണുന്നുണ്ട്. എന്താണ് റീസൺ? നോർമൽ പ്രഗ്നൻസി ആണോ ഇത്? ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രീ എക്ലാംസിയ, ട്വിൻ പ്രഗ്നൻസി? സോ ഇറ്റ് ഈസ് പ്രീ എക്ലാംസിയ. കാരണം പ്രീ എക്ലാംസിയയിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ you see that there is a weight gain and as well as fluid retention causing swollen feet. Select which are the objectives of antenatal care from the following. Promote, protect and maintain health of women during pregnancy to ensure at least 5 visits to the gynecologist by the pregnant women. Then to detect high-risk pregnancy and give them special attention to remove anxiety and fear associated with delivery, which is the most appropriate answer. 3 and 4 only, 1 and 2 only, 2, 3 and 4 only, 1, 3 and 4 only. എന്താണ് ഉത്തരം? മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് ദി വിമൻ ഡ്യൂറിങ് പ്രഗ്നൻസി ആണോ? ആണ്. എത്ര വിസിറ്റ് കൊടുക്കണം? ഗൈനക്കോളജിസ്റ്റിന് അടുത്ത് പറഞ്ഞ് എത്ര വിസിറ്റ് കൊടുക്കണം ഒരു പ്രഗ്നന്റ് ലേഡി? ഹൗ മെനി വിസിറ്റ്സ് ഇൻ ടോട്ടൽ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം കേട്ടോ. എത്രയാ? 4 ആണോ? To detect high-risk pregnancy and give them. So the answer is D. 1, 3 and 4. So you should have 4 അല്ല കേട്ടോ. ആരാണ് 4 എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. Usually we will have minimum of at least 9-10 visits to the gynecologist. Okay. So the answer is D. അടുത്തത്, age-related disorder characterized by decreased bone mass and increased chances of fracture is gout, osteoporosis, muscular dystrophy, arthritis. Very easy. ഏജ് റിലേറ്റഡ് ആണ്. ഏജ് റിലേറ്റഡ് ആകുമ്പോൾ ഇതിനകത്ത് ഏജ് റിലേറ്റഡ് ആയിട്ട് 2 ഡിസീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഓസ്റ്റിയോപൊറോസിസ്, ആർത്രൈറ്റിസ്. ഓക്കെ, മറ്റ് 2 ഇല്ല. അപ്പോൾ Aയും Cയും ഇല്ല, അല്ലെങ്കിൽ 1ഉം 3ഉം ഇല്ല, ഓപ്ഷൻ ഔട്ട്. പിന്നെ നമുക്ക് 2ഉം 4ഉം ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് പിന്നെ അടുത്ത ക്ലൂ എവിടെയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ അടുത്ത ക്ലൂ ഉണ്ട്, ഡിക്രീസ്ഡ് ബോൺ മാസ്. അത് ഏതിലാണ് ഉള്ളത്? ആർത്രൈറ്റിസിലാണ്? അല്ല, ഓസ്റ്റിയോപൊറോസിസിലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. അടുത്ത ചോദ്യം, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സ്കെൽറ്റൽ മസിൽ ഇസ്? അനാറ്റമിയുടെ ചോദ്യം. സർക്കോമിയർ, മൈക്രോമിയർ, മാക്രോമിയർ, നെഫ്രോൺ. ഇറ്റ് ഇസ് സർക്കോമിയർ.
All are the danger signs during labor except prolapse of cord, excessive bleeding, sluggish pain after rupture of membrane, systolic BP over 110 millimeters. ഇതിൽ ഡേഞ്ചർ സിഗ്നൽ അല്ലാത്തത് ഏതാണ്? നാലാമത്തേത് ബി പി is slightly over 110. Next, testing kit for early detection of pregnancy that is available at subcenter. അതിന്റെ പേരെന്താണ്? നിക്ഷയ് MP card, MCP card. ഏതാണ്? വെരി ഗുഡ്. നിശ്ചയ്. തീർച്ചയായിട്ടും നല്ലതാണ്. So yes, thank you very much.